സംസ്ഥാനത്ത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വൻ ഡിമാൻഡ്. കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ജൂൺ മാസം മാത്രം 13,000 ഇലക്ട്രിക് വാഹനങ്ങളാണ് വിറ്റഴിക്കപ്പെട്ടത്. നികുതി ഇളവ് കൂടി വന്നതോടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന വർദ്ധിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ. പച്ച നമ്പർ പ്ലേറ്റ് ഉള്ള വാഹനങ്ങൾ ആദ്യം നിരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ചെറിയ ആശങ്കയോടെയാണ് ആളുകൾ ഇലക്ട്രിക് വാഹനങ്ങളെ കണ്ടത്. പെട്രോൾ ഡീസൽ വാഹനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്ന വിലയടക്കം ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആളുകൾ ഇലക്ട്രിക് വാഹനങ്ങളോട് അടുക്കുകയാണ്. കഴിഞ്ഞ ജൂൺ മാസം മാത്രം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് 13,627 ഇലക്ട്രിക് വാഹനങ്ങൾ. ഈ വർഷം ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന രജിസ്ട്രേഷൻ. 2025 ജൂണിൽ രജിസ്ട്രേഷൻ 8,698 മാത്രമായിരുന്നു. ബജറ്റിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി ഇളവ് നൽകിയിട്ടുണ്ട്. 10 ലക്ഷം രൂപയിൽ കൂടാത്ത ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 3% നികുതി കുറച്ചിരിക്കുന്നത്. 5% നികുതി. ഇലക്ട്രിക് കാറുകൾക്ക് പുറമെ മോട്ടോർ സൈക്കിളുകൾക്കും ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്കും നികുതി ഇളവുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹന വിപണിയിൽ വലിയ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിൽ വിലയുള്ളതിന് 8% നിന്ന് 5%ലേക്കും 20 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയിൽ 10% നികുതി. 20 ലക്ഷം മുതൽ 40 ലക്ഷം വരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതിയിൽ മാറ്റമില്ല. സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ഈ ഓട്ടോകളും ഇലക്ട്രിക് 2 വീലറുകളും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഈ തീരുമാനം വഴിയൊരുക്കും. മലിനീകരണവും കുറയും. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.